എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. 2026 നടക്കാൻ പോകുന്ന കേരള നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ 8ഓളം സിറ്റിംഗ് എംപിമാർ, അതായത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള 8ഓളം സിറ്റിംഗ് എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഇത് കോൺഗ്രസിൽ തന്നെ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ട്. എന്തിനാണ് എന്താണ് എം പി സ്ഥാനം രാജിവെച്ചിട്ട് വീണ്ടും എം എൽ എ ആയിട്ട് മത്സരിക്കാൻ വേണ്ടി വരുന്നത്? അപ്പോൾ ഇവർക്ക് ലക്ഷ്യം വെക്കുന്നത് 2026 എന്തായാലും കോൺഗ്രസിന് ഭരണം കിട്ടും, UDF ഭരണം കിട്ടും. അപ്പോൾ എങ്ങനെയെങ്കിലും മന്ത്രിസ്ഥാനം കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പെടാപ്പാട് പെടുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല. ഏകദേശം ഈ വർഷമാണ് കോൺഗ്രസിന് ഏകദേശം 99 എംപിമാരാണ് ഉള്ളത്. അപ്പോൾ ഇൻ കേസ് നരേന്ദ്രമോദി സർക്കാരിന് ഒരു ഭൂരിപക്ഷമില്ല, നരേന്ദ്രമോദി സർക്കാർ മൂന്നാം എൻ ഡി എ സർക്കാർ എന്ന് വെച്ചാൽ ഒരു സഖ്യകക്ഷി സർക്കാരാണ്. എപ്പോൾ വേണമെങ്കിലും നിതീഷ് കുമാറോ ചന്ദ്രബാബു നായിഡു ഒക്കെ പിൻവലിച്ചു കഴിഞ്ഞാൽ സർക്കാർ താഴെ വീഴാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഈ ഏകദേശം 8ഓളം എംപിമാർ രാജിവെക്കുന്നതിനോട് കേന്ദ്ര നേതൃത്വം രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ പ്രതികരിക്കും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒരു സവിശേഷ സാഹചര്യമുള്ളത് ഷാഫി പറമ്പലിൻ്റെ കേസിലാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ എങ്ങനെയാണ് എം പി ആകുന്നത്? ഷാഫി പറമ്പിൽ പാലക്കാട് MLA ആയിരുന്നു. ആ MLA സ്ഥാനം രാജിവെച്ച് MP ആയി. വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരിക എന്നൊക്കെ അതിനൊരു യുക്തിയില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഇത് പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കും, 140 മണ്ഡലങ്ങളും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഇത് വലിയ ദോഷം ചെയ്യും, UDF മുന്നണിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് സന്ദീപ് വാര്യർ പരാതി നൽകിയിരുന്നു. അപ്പോൾ ഇപ്പോൾ പാലക്കാട് ഉയരുന്ന ഒരു ചർച്ചയിൽ അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യം തന്നെയെന്ന് അറിയും. ഈ ഷാഫി പറമ്പിൽ വടകരയിലോട്ട് മത്സരിക്കാൻ പോകുമ്പോൾ തന്നെ വീണ്ടും 2026 നിയമസഭാ ഇലക്ഷൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്ന് ഷാഫി അന്നേ മുൻകൂട്ടി കരുതിയിരുന്നു. അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ വലിയ രീതിയിൽ പ്രഷർ ഉണ്ടായിട്ടാണ് ഷാഫി വടകരയിലേക്ക് മത്സരിക്കാൻ പോയത്. ഈ വടകരയിൽ ആ സൈഡിലൊക്കെയുള്ള മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഷാഫി അവിടെ ഫീൽഡ് ചെയ്തത്. അപ്പോൾ പോകാൻ നേരത്ത് പാലക്കാട് തന്നെ നല്ല നേതാക്കന്മാരുണ്ട്, നല്ല ടാലൻറ്റഡ് ആയ നേതാക്കന്മാരുണ്ടായിട്ടും ഷാഫി എന്തുകൊണ്ടാണ്, അതായത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഷാഫി വാശി പിടിച്ചു സംസ്ഥാന നേതൃത്വത്തിനടുത്ത് രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ അവിടെ ഫീൽഡ് ചെയ്യണമെന്ന്? അത് അവിടെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ആ സമയത്ത് തന്നെ പാലക്കാട് കോൺഗ്രസിൻ്റെ ഇതിൽ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. ആ ഒരു പത്തനംതിട്ടക്കാരനായ ഒരാൾ ഇവിടെ എന്തിനു കൊണ്ടുവരുന്നു, അവിടെ തന്നെ ആൾക്കാരില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന സൈരീനെയൊക്കെ പാർട്ടി വിട്ടിട്ട് LDF ഭാഗമായിട്ട് മത്സരിച്ച്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് ഷാഫി അന്ന് തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു, 2 വർഷം കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം, അപ്പോൾ ഞാൻ പറഞ്ഞാൽ മാറിത്തരാൻ പോകുന്ന ഒരാളായിരിക്കണം ഇവിടെ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇവിടെ ഫീൽഡ് ചെയ്തതെന്നാണ് കോൺഗ്രസ് നേതൃത്വം, അതായത് പാലക്കാട് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ തന്നെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്, അതായത് ഈ ചർച്ചയൊക്കെ വന്നില്ലേ, ഈ ഏകദേശം 8ഓളം എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്നൊക്കെ. അപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയായി, മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും കുറച്ച് നാളായിട്ട് അകൽച്ചയിലാണ്. ഇവർ രണ്ടും ഏകദേശം നല്ല ഫ്രണ്ട്സായിരുന്നു, അത് രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിലും. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു വിവാദം ഉണ്ടായില്ലേ, ഒരു മാധ്യമ പ്രവർത്തകർക്ക് രാഹുൽ ഗർഭമുണ്ടാക്കി എന്ന് പറഞ്ഞൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇടക്കാലത്ത് വാർത്ത വന്നിട്ട് സന്ദീപ് വാര്യറാണ് ആ വാർത്ത പുറത്തുവിട്ടത്. അപ്പോൾ ആ സന്ദീപ് വാര്യറിനെ ആ വാർത്ത ചോർത്തി കൊടുത്തത് ഷാഫി പറമ്പിലാണ് എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഇടയിൽ തന്നെ ഇപ്പം പറഞ്ഞു നടക്കുന്നത്, അവരുടെ സൈബർ ടീമിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ വ്യക്തിപരമായി വലിയ രീതിയിൽ അകൽച്ചയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട് പാലക്കാട് സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ഇവർ ഒരു തുറന്ന പോരിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും ഇന്റേണലി കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ, ഏകദേശം ഇനി 9 മാസം മാത്രമേ ഉള്ളൂ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ച പുരോഗമിക്കും. അപ്പോൾ പുരോഗമിക്കുമ്പോൾ ഉണ്ടല്ലോ ഷാഫി അതുമായിട്ട് എന്താ വേണ്ട ഒരു ക്ലെയിം വെക്കും, എനിക്ക് പാലക്കാട് മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തീവ്ര ഇസ്ലാമിസ്റ്റുകളൊക്കെ കൊണ്ട്, മുസ്ലിം നേതാക്കന്മാരെ കൊണ്ട് കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തും. അപ്പോൾ ഇവരൊക്കെ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന് വഴങ്ങാതിരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് 140 മണ്ഡലം കോൺഗ്രസ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കുന്നത് ഈ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് തന്നെയാണ്, ഈ മുസ്ലിം ലീഗിൻ്റെയൊക്കെ സഹായം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ മുസ്ലിങ്ങളോ തീവ്ര ഇസ്ലാമിസ്റ്റുകളോ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് രാജിവെച്ച് പാലക്കാടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ കോൺഗ്രസിന് കീറാമുട്ടിയായി നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെ എവിടെ പ്ലേസ് ചെയ്യുന്നില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറച്ച് നാൾ മുന്നേ തന്നെ ഷാഫി ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ജനങ്ങളുടെ എന്താ പറയുക അവിടുത്തെ MLA ആയിട്ടും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അവരുടെ കഷ്ടതകൾ കേൾക്കാനോ തയ്യാറല്ല. നേരെ മറിച്ച് ഇയാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്
സോഷ്യൽ മീഡിയയിലും റീൽസിലൂടെയാണ്. ഇത് ശരിക്കും ഷാഫിൻ്റെ ശിങ്കിടികളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഈ ഷാഫി പറമ്പിൽ. അപ്പോൾ സന്ദീപ് ആറ് പോലുള്ള ആൾക്കാരൊക്കെ അതൊക്കെ ഏറ്റെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ തിരിഞ്ഞിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഗർഭ കേസൊക്കെ വലിയ രീതിയിൽ പ്രചാരണം കൊടുത്തത് സന്ദീപ് വാര്യർക്കും സന്ദീപ് വാര്യൻ്റെ ശിങ്കിടികൾക്കും ഒരു പ്രധാന പങ്കുണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്ത് തന്നെയാലും പാലക്കാട് കോൺഗ്രസിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന കാരണമാകും. അതായത് കോൺഗ്രസിൻ്റെ യുവ നേതാക്കന്മാർ പ്രധാനപ്പെട്ട രണ്ട് മുഖങ്ങളാണ് രാഹുൽ മാങ്കൂട്ടവും ഈ ഷാഫി പറമ്പിലും. അവർ തന്നെ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും കാണുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇത് ശരിക്കും വലിയ രീതിയിലുള്ള ചർച്ചയാക്കും. ഇപ്പോൾ CPM-ൻ്റെ നേതാക്കന്മാർ തന്നെ ഇതിനെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്. ഇത് ഏതറ്റം വരെ പോകും, എന്താണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന രീതിയിലാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിന് ക്ലിയർ പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അവർ അവരുടെ സൈബർ വിങ്ങുകളുടെ അവരുടേതായ പ്രചാരണം ആരംഭിക്കും. അതായത് അത് ഷാഫി പറമ്പിലിനെ സൈഡ് ലൈൻ ചെയ്യാനാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ സൈഡ് ലൈൻ ചെയ്യാനാണോ അവർക്ക് ഇപ്പോഴും ക്ലിയർ പിക്ചർ ഇല്ല അവിടെ എന്താണ് നടക്കുന്നത് കോൺഗ്രസിനകത്ത്. അപ്പോൾ വ്യക്തമായ വിവരം ചോർന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രചാരണം ആരംഭിക്കും. ഈ രണ്ട് നേതാക്കൾ പാലക്കാട് സീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രചാരണം അവരും ആരംഭിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും ഇത് കോൺഗ്രസിന് ഭൂഷണമല്ല. അതായത് ഇപ്പോഴും തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏകദേശം 4-5 പേര് അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അതായത് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കാതെ ഇവന്മാർക്ക് 2026 ഭരണത്തിൽ വരാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. പിണറായി വിജയൻ CPM അത്ര ദുർബലനൊന്നും ആയിട്ടില്ല. അവർ നല്ല സീറ്റ് പിടിക്കും. BJP അതിനിടയ്ക്ക് ഒരു 10-12 സീറ്റ് 10-15 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മൊത്തം മാറി മറിയും. അപ്പോൾ നമ്മൾ ഹരിയാനയിൽ തന്നെ കണ്ടതാണ്, തുടർച്ചയായി 10 വർഷം ഭരിച്ചിട്ട് അവിടെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് പോലും ഭരണം കിട്ടുമെന്ന് ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കാതെ കോൺഗ്രസ് എക്സിറ്റ് പോളുകൾക്ക് വിശ്വസിച്ചിട്ട് എന്താ പറയുക സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാതെ റിസൾട്ട് വരുന്ന ഏകദേശം ഒരു 2-3 ദിവസം മുന്നേ അവർക്ക് വലിയ മീറ്റിങ്ങൾ കൂടി ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യണം, ആര് മുഖ്യമന്ത്രിയാകണം, അതിനിടയിൽ വലിയ തല്ലും പിടിയൊക്കെ ഉണ്ടായി ആ മീറ്റിങ്ങിലൊക്കെ. അപ്പോൾ അത്രത്തോളം അവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വരുമ്പോൾ BJP പൂർവാധികം ശക്തിയോടെ അവിടെ തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് ഹരിയാനയിൽ കണ്ടത്. അതുമാതിരി കേരളത്തിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നേതാക്കന്മാർ തമ്മിൽ തമ്മിലടിച്ചു കഴിഞ്ഞാൽ UDFൻ്റെ സാധ്യത തന്നെ ഇല്ലാതാവും. നേരെ മറിച്ച് ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്ത് ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് അതിനൊക്കെ പരിഹാരം കണ്ടെത്തുന്ന ഒരു സൊല്യൂഷൻ ഒരു ഹോപ്പ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്തായാലും ഭരണത്തിലേക്ക് 10 വർഷത്തിന് ശേഷം UDFനും കോൺഗ്രസിനൊക്കെ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റൂ. അല്ലെങ്കിൽ 3ാം പിണറായി വിജയൻ സർക്കാർ സംഭവിക്കും, അതിലൊരു സംശയമില്ല. ഹരിയാനയിലെ ഇത് അവർക്ക് ഹരിയാന സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കാതിരിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്തേ പറ്റൂ. അല്ലാണ്ട് ഇങ്ങനെ നേതാക്കന്മാർ തമ്മിൽ പരസ്പരം ഓരോ സീറ്റിനും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തമ്മിലടിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്തായാലും കോൺഗ്രസിൻ്റെ യുവ നേതാക്കന്മാർ മുതിർന്ന കോൺഗ്രസിൻ്റെ ഈ രണ്ട് യുവമുഖങ്ങൾ തമ്മിലുള്ള തമ്മിലടി കോൺഗ്രസിനെ എത്രത്തോളം ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.